അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആക്കണ്. നമ്മുടെ ആ പിക്കൊക്കെ അങ്ങോട്ട് കൊള്ളിയൊക്കെ വലിച്ചൂരി നമുക്ക് ആ വാഴയിലൊന്ന് മാറ്റി നോക്കാം. ഇതാണ് നമ്മുടെ വാഴയിലയിൽ പൊരിച്ച ചിക്കൻ. അമ്പമ്പോ, കാണാൻ വലിയ ലുക്കില്ലെങ്കിലും മൂപ്പർ സംഗതി പൊളിയാണ്. ലുക്കിലല്ലെങ്കിലും കാര്യം വർക്കിലാന്ന് പണ്ടാരോ പറഞ്ഞിരിക്കണം. അതേപോലെ നമുക്ക് ഏതായാലും അതിലേക്ക് പോവാം, ഞാൻ ബോറടിപ്പിക്കണില്ല. അപ്പം നമസ്കാരമുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തത് ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മളെ ബോൺലെസ് ചിക്കൻ. അത് വാങ്ങിയിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞുണ്ട്. നല്ല ചെറുതാക്കി അരിയാൻ നിങ്ങളെ കൊണ്ട് എത്രത്തോളം ചെറുതാക്കി അരിയാമെങ്കിൽ അത്രത്തോളം ചെറുതാക്കി അരിയാം. എന്നിട്ട് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുരുമുളക് പൊടി 1 സ്പൂണും, പിന്നെ നമ്മളെ ചില്ലി ഫ്ലെക്സ്, റെഡ് ചില്ലി ഫ്ലെക്സ് 1 സ്പൂണും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പേസ്റ്റ് 1 സ്പൂണ്, വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. അപ്പം ഞാൻ ആദ്യം ഇട്ട മുളക് പൊടി കാശ്മീരി ചില്ലി, അതുകൊണ്ട് കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കുറച്ച് സ്പൈസി മറ്റേ കളർ ഉണ്ടാവുള്ളൂ. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/2 നാരങ്ങ, ഒരു പകുതി നാരങ്ങ അത് കുരു ഒഴിവാക്കിയിട്ട് അത് അതിലേക്ക് പിഴിഞ്ഞിട്ട് എടുത്ത് കൊടുക്കുക. കുരു ഒഴിവാക്കണേ, കുരു കുടുങ്ങിയാൽ കഴിക്കും. പിന്നെ എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ എല്ലാം പാടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ കൈ വെച്ചിട്ടോ അല്ല സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. കോഴിമുട്ട ഒഴിച്ച് 1 സ്പൂണ് ഓയിൽ ഒഴിക്കുക. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തായാലും അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഈ വെളുത്തുള്ളി ഞാൻ അതിലിട്ടിക്കണം. ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടിക്കണം. കുറച്ച് കരിയേപ്പിൻ്റെ ഇല കുറച്ചിട്ടിട്ടുള്ളൂ. അതിന് ശേഷം അതൊരു അരമണിക്കൂർ നമുക്കൊരു ഫ്രിഡ്ജിൽ റെസ്റ്റിൽ വെക്കാം. നമുക്ക് പുറത്ത് വെച്ചാലും മതി, ഫ്രിഡ്ജിൽ വെക്കാം, പുറത്ത് വെക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വാഴൻ്റെ ഇല നമുക്ക് ഇതേമാതിരി കുമ്പളാക്കി എടുക്കാം. എനിക്ക് വലിയ എയിമില്ല ഈ കുമ്പള കുത്തൽ, എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. നമ്മൾ കഷ്ണമാക്കി വാഴൻ്റെ ഇല കട്ട് ചെയ്യുക. എന്നിട്ട് കഴുകിയാണ്ട് ഒന്ന് ചൂടാക്കുക. ഒന്ന് വാഴൻ്റെ ഇല വാട്ടിയാൽ മതി, ചെറുതായിട്ട് വാട്ടിയിട്ട് ഇതേമാതിരി ചുരുട്ടിയാൽ ഒരു ഈർക്കിളി വെച്ച് കണ്ട് ആദ്യം ഒന്ന് താഴെ ബ്ലോക്ക് ചെയ്യുക. പിന്നെ ഇതേമാതിരി നമ്മുടെ ചിക്കൻ ഫില്ല് ചെയ്യുക. അരമണിക്കൂറിന് കഴിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ. അപ്പോൾ അതേമാതിരി ചിക്കൻ എടുക്കുക, ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതേമാതിരി ഒരു കൊള്ളി അത് മേലെന്ന് കുത്തുക. ഞാൻ ടൂത്ത് പിക്കാണ് ഉപയോഗിച്ചത്. ഇനി ഈർക്കിളിയായാലും മതി, പച്ച, അത് എടുത്തുകൊണ്ട് കുത്തിങ്ങാണ്ട് മേലൊന്ന് കവർ ചെയ്യാം. എങ്ങനെയായാലും പെർഫെക്റ്റായിട്ട് നമുക്ക് കവറിങ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ ഐഡിയ വെച്ചിട്ട് ഒരു ഷേപ്പിൽ നമ്മൾ ലെവലാക്കാം. അപ്പം അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഷേപ്പിൽ ഞാൻ കുമ്പളാക്കിയിരിക്കുന്നത്. അതുപോലെ ചെയ്യുക. നമുക്ക് എങ്ങനെയും ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ പെർഫെക്റ്റ് കിട്ടും നമുക്ക്. അപ്പം ഇതുപോലെ ഇങ്ങനെയും മടക്കാം, അങ്ങനെയും മടക്കാം, ഇങ്ങനെയും കുത്താം. നമുക്ക് ഇങ്ങനെയും തല മടക്കി വെച്ചിട്ട് കുത്താം. കുത്തി ഒരു കുത്ത് കൊടുത്ത് അടിയിൽ കൂടെ വേറെ അങ്ങനെ ചെയ്യാം. ഇത് ഈർക്കിളി കൊണ്ട് ഈർക്കിളുണ്ടല്ലോ നമ്മളെ ഓലയുടെ പച്ച ഈർക്കിൾ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ ഒന്ന് ഈർക്കിൾ എടുത്തിട്ടുള്ളത് കാണിച്ചു തരാം. എങ്ങനെയാണെന്നുള്ളത് നല്ല ഫ്ലെക്സിബിളായിട്ട് നല്ല മടങ്ങി കിടക്കും. മറ്റേ ടൂത്ത് പിക്ക് ആകുമ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയോ തിരിയൊന്നുമില്ല, സ്റ്റഡിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈർക്കിളാകുമ്പോൾ നമുക്ക് കുത്താൻ നല്ല സുഖമാണ്. നല്ല പച്ച ഈർക്കിളിൻ്റെ തല ഒന്ന് കുറിപ്പിച്ചാൽ നല്ല സുഖമായിട്ട് ഇതേമാതിരി നമുക്ക് കുത്തിയെടുക്കാം. കറക്റ്റ് കുത്തിയെടുക്കണം. കുത്തിയില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ പൊരിക്കുമ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ പൊന്തി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ ഇവിടെ റെഡി ആയിരിക്കണം. അതിൻ്റെ അടുത്ത് നല്ല മഴ പെയ്ത് കുറച്ച് നനവ് കുടിക്കുമ്പോൾ, അപ്പോൾ ആ നനവ് പോക്കാൻ വേണ്ടി ഞാനൊരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കുകയാണ്. വെള്ളം അതിലുള്ള വെള്ളം പോയിക്കോട്ടെ, നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടാനുള്ളതല്ലത്. അപ്പം ചൂട് ഉണ്ടാകുമ്പോൾ എണ്ണയിലേക്ക് വെള്ളം കൂടുതലാകുമ്പോൾ ചിലപ്പം പൊട്ടിത്തെറിക്കും. ഇവിടെ ഒരു പാന് ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇല നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ അതേപോലെ വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഒരു ഇത് മേലേക്കൊക്കെ തെറിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കണം, വെള്ളമൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് ആദ്യം തീ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലോണം വെച്ച് കൊടുക്കുക. പിന്നെ തീ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫുൾ ടൈം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഉള്ളിലേക്ക് കയറി അങ്ങനെ വേവില്ല. നമ്മളെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് വെന്ത് കരിഞ്ഞു പോവും. ഇലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ആദ്യം 2 മിനിറ്റ് വെച്ചാൽ പിന്നെ ലോ ഫ്ലെയിമിലാകുമ്പോൾ ഉള്ളോട്ടൊക്കെ കയറി മുപ്പര് പതുക്കെ വെന്തോളും. അതേമാതിരി ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ ഫുള്ള് നിറച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. മുക്കി പൊരിക്കാൻ പെട്ടെന്ന് കഴിയും. പക്ഷേ മുക്കി പൊരിക്കുന്നതിനെക്കാട്ടി എനിക്ക് തോന്നിയ ടേസ്റ്റ് ഇങ്ങനെയാണ്. കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മൾ അതിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ
അങ്ങനെ ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അത് നമ്മൾ ഇട്ടത് ഇപ്പോൾ ഏകദേശം ലെവലായിരിക്കണം. അപ്പം ഇവിടെ അടിയിൽ പിടിച്ചു വന്നല്ലോ കേട്ടോ, കറുപ്പ് നമ്മുടെ വായൻ്റെ ഇലയിൽ ഈ ചെറിയൊരു കറ ഇളകി വരുന്നതാണത്. കുഴപ്പമില്ല, അത് കുഴപ്പമില്ലാത്ത സംഗതിയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇട്ട് കൊടുത്തേക്കണം. സംഗതി പൊരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊരിയട്ടെ. പെട്ടെന്നാവും, 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധനം നമുക്ക് റെഡിയാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോഴത്തേന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അതൊന്നും ഇതൊന്നും ഇനിയിപ്പം ഭയങ്കര സ്മെല്ലാണ്. ഇത് പൊരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രോസ്റ്റഡൊക്കെ കടയുടെ മുന്നിൽ കൂടെ ഒക്കെ പോയാൽ മാതിരിയുള്ള അതുപോലെ നമ്മുടെ സ്മെല്ലാണ്. അപ്പോൾ ഇത് ഇനി തുറക്കാതെ ഒരു രക്ഷയില്ല. തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുള്ളൂ ബാക്കി പൊരിയൊക്കെ. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം അത്. സംഗതി ഭയങ്കര ഒടുക്കത്തെ സ്മെല്ലാണ്. സ്മെല്ലടിക്കുമ്പോൾ എന്താ വെച്ചാൽ വാൻ്റെ ഇലയിൽ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക തരമല്ലേ. നമ്മൾ വാൻ്റെ ഇലയിൽ ചിക്കനൊക്കെ ചുട്ട് ഒക്കെ കഴിച്ചില്ല, ഇത് പൊരിച്ചിട്ട് ആദ്യമായിട്ടാണ്. നോക്കട്ടെ. സംഭവം ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടാക്കി കഴിച്ചാലേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പം പറയുമ്പോഴേക്കും പക്ഷേ ഉണ്ടാക്കി നോക്കി, ഉണ്ടാക്കിയിട്ട് ഒരു ടേസ്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാം. അത് നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ആയിട്ട് നല്ലൊരു. ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് മുക്കി പൊരിക്കുക, എണ്ണയിൽ അതും വേണ്ട. നമ്മൾ ഇതിൽ പൊരിച്ചാൽ തന്നെ നല്ലൊരു ഉണ്ടാവും. ചിക്കനൊക്കെ നല്ല വെന്തുണ്ട്, നമ്മൾ അത്രയും ചെറുതായിട്ട് അരിഞ്ഞാൽ ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ്. അടാറ് നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ പറ്റിയൊരു അടാറ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ചായയും വാഴയിലയിൽ പൊരിച്ച ചിക്കനും സംഗതി സൂപ്പർ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചായൻ്റെ സംഗതി പറഞ്ഞതിനും ഇതിൻ്റെ കൂടുതൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചായ ഉണ്ടാക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചായൻ്റെ വീഡിയോ താഴെ ലിങ്ക് ഉണ്ട്, കയറി കാണുക. ഒരു അടിപൊളി ചായയാണ്. നമുക്കൊരു കുടിക്കാൻ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഒരുപാട് കിട്ടലുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന സമയമാണല്ലോ ഇപ്പം. അപ്പോൾ നമ്മൾ വെറുതെ അത് തട്ടിക്കളിക്കേണ്ട, ഒരു പന്തുമാതിരി തട്ടിക്കളിക്കാനുള്ള സാധനമല്ല, അതൊരുപാട് പോഷക ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ലിങ്ക് താഴെ ഉണ്ട്. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റൊരു ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ ഒന്ന് ബെല്ല് ഐക്കൺ ഒന്ന് എനാബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി, വെറൈറ്റി വീഡിയോയുമായി വരുന്നത് വരെ സൈനിങ് ഓഫ് ഫുഡി റഷ്.